ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ക്ലാസ് 8ലെ ഫസ്റ്റ് ചാപ്റ്റർ എ സ്ക്വയർ ആൻഡ് എ ക്യൂബ് എന്നുള്ള ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോണത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ? പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത ഓപ്ഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അറിയാം യൂണിറ്റ് ഡിജിറ്റ് 2, 3, 7, 8 ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കിയേ? എയും ബിയും. ഈ സിയും ഡിയും യൂണിറ്റ് ഡിജിറ്റ് 5ഉം 9ഉം ആണ് വരുന്നത്. അത് നമുക്ക് വേറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ച് നോക്കി ചെയ്ത് നോക്കണം ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന്. പക്ഷേ യൂണിറ്റ് ഡിജിറ്റ് കാണുമ്പോൾ തന്നെ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഫസ്റ്റ് എയും ബിയും. വാട്ട് ആർ ദ പോസിബിൾ ലാസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് ക്യൂബ്സ്? അതായത് നമ്മുടെ ക്യൂബ് നമ്പർ ആയിട്ട് വരുമ്പോൾ അതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് ഏതൊക്കെയായിരിക്കും? ഏതൊക്കെ നമ്പേഴ്സാണ് വരാൻ ചാൻസസ് ഉള്ളത്? അപ്പം ഞാനിവിടെ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് കാണാതെ പഠിക്കണം കേട്ടോ. 20 വരെ പഠിച്ചാൽ വളരെ നല്ലത്. അറ്റ്ലീസ്റ്റ് 10 വരെയുള്ളതെങ്കിലും കാണാതെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇവിടെ ഈ വരുന്ന ക്യൂബ് നമ്പറുകളുടെ എല്ലാ യൂണിറ്റ് ഡിജിറ്റ് എന്താണെന്ന് നോക്കിക്കേ. 1 വരുന്നുണ്ട്, 0 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്, 4, 5, 6, 7, 8, 9 എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്തായിരിക്കും? വാട്ട് ആർ ദ പോസിബിൾ ലാസ്റ്റ് ഡിജിറ്റ്സ് ഓഫ് ക്യൂബ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 തൊട്ട് 9 വരെയുള്ള എല്ലാ നമ്പറും വരാൻ പറ്റും. Numbers that can be expressed as the sum of two cubes in two different ways are called dash. Taxi cab numbers. പിന്നെ ടാക്സി ക്യാബ് നമ്പേഴ്സിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ടാക്സി ക്യാബ് നമ്പർ ഏതാണ്? 1729. അതിന് നമ്മൾ വേറൊരു പേര് കൂടിയുണ്ട്, ഹാർഡി രാമാനുജൻ നമ്പർ. പിന്നെ ടെക്സ്റ്റിൽ തന്നെ ഇതിൻ്റെ അടുത്ത 2 ടാക്സി ക്യാബ് നമ്പേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ പഠിച്ചു വയ്ക്കുക. ദി പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഓൾവേസ് ഹാവ് എ ഓർ ആൻ ഡാഷ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. ഇത് നമുക്കൊരു എക്സാമ്പിളൊക്കെ എടുത്ത് വെച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 4 എടുക്കാം. ഇനി 4ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 4 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? 1 × 4 = 4. അതുപോലെ 2 × 2 = 4. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് 4 എന്തായിരിക്കും? 1, 2, 4. 2 2 ടൈംസ് വരുന്നുണ്ട്, അത് നമ്മൾ 1 എടുത്താൽ മതി. നമുക്ക് ഫാക്ടേഴ്സ് ആയിട്ട് എഴുതുന്ന സമയത്ത് ഒരു വട്ടം എഴുതിയാൽ മതി. ഇനി അടുത്ത നമ്പർ പെർഫെക്റ്റ് സ്ക്വയറിന് ഏതാ? 9. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഫാക്ടേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. 3 ഫാക്ടേഴ്സ്. അതായത് എന്താണ്? ഓഡ് നമ്പറാണ് അല്ലേ? 3 ഓഡ് നമ്പറാണ്. ഇനി 9 അടുത്ത നമ്പർ എടുത്തു. ഈ 9ൻ്റെ ഫാക്ടേഴ്സ് 1 × 9 = 9 എഴുതാം. അതേപോലെ 3 × 3 = 9 എഴുതാം. അപ്പോൾ വേറെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഇല്ല അല്ലേ? അപ്പം 9ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 3, 9. ഇവിടെയും 3 2 ടൈംസ് വരുന്നുണ്ട്, നമുക്ക് 1 എടുത്താൽ മതി. അപ്പോൾ എത്ര ഫാക്ടേഴ്സ് വരുന്നുണ്ട്? 3 ഫാക്ടേഴ്സ്. 3 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. ഇനി നമുക്ക് അടുത്ത നമ്പർ, അടുത്ത പെർഫെക്റ്റ് സ്ക്വയർ 16 എടുക്കാം. അപ്പോൾ 16 എങ്ങനെയൊക്കെ എഴുതാം? 1 × 16 = 16. അതേപോലെ 2 × 8 = 16. ഇനി ഏതാ? 4 × 4 = 16. ഇനി വേറെ വല്ലതും ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫാക്ടേഴ്സ് ഒക്കെ ഒന്ന് അസെൻഡിങ് ഓർഡറിൽ എഴുതാം. എന്തിനെന്ന് പറയുന്നത് നമ്മൾ വിട്ടു പോകാതിരിക്കാനാണ് ഈ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്നത്. അപ്പോൾ 1, 2, 4, 8, 16. അപ്പോൾ ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. 5 എണ്ണം ഉള്ളത് അല്ലേ? 5 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിന് എപ്പോഴും എത്ര ഫാക്ടേഴ്സ് ആയിരിക്കും ഉണ്ടാവുക? ഓഡ് നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. A perfect cube number can end with 2 zeros. Is this statement true? അപ്പോൾ ഒരു ക്യൂബ് നമ്പർ, ഒരു പെർഫെക്റ്റ് ക്യൂബ് നമ്പർ എപ്പോഴും 3 സീറോസ് അല്ലെങ്കിൽ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പേഴ്സിൻ്റെ അത്രയും സീറോസ് അത്രയത്തിലേ എൻഡ് ചെയ്യത്തുള്ളൂ. അതായത് 3 സീറോസ് അല്ലെങ്കിൽ 6, 9, 12 അങ്ങനെ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്ന നമ്പർ ഓഫ് സീറോസ് ഉണ്ടെങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ക്യൂബ് ആവത്തുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇസ് ദി സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ? അല്ല. A number and its square always share the same parity. True or false? അപ്പോൾ പാരിറ്റി എന്ന് വെച്ചാൽ എന്താ? ഓഡ് ഓർ ഈവൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഒക്കെ എടുക്കാം. ഇപ്പോൾ 1ൻ്റെ സ്ക്വയർ എന്താ? 1 തന്നെ. ഇനി 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9,
4ൻ്റെ സ്ക്വയർ 16. ഇനി 1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ്, അതിൻ്റെ സ്ക്വയറും എന്താണ്, ഓഡാണ്. 2 ഈവൻ ആണ്, അതിൻ്റെ സ്ക്വയറും ഈവൻ തന്നെ. 3 എന്ന് പറയുന്നത് ഓഡാണ്, അതിൻ്റെ സ്ക്വയറും ഓഡ് തന്നെ. 4 ഈവൻ ആണ്, 16ഉം ഈവൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ? എ നമ്പർ ആൻഡ് ഇറ്റ് സ്ക്വയർ ഓൾവേസ് ഷെയർ ദി സെയിം പാരിറ്റി ആണല്ലേ. അപ്പോൾ നമ്പർ ഓഡാണെങ്കിൽ സ്ക്വയറും ഓഡാണ്, നമ്പർ ഈവൻ ആണെങ്കിൽ സ്ക്വയറും ഈവൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ. Every square is a sum of successive odd numbers starting from dash 0, 1, the number itself. ഇതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ക്വയർ നമ്പേഴ്സ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ 1ൻ്റെ സ്ക്വയർ എന്താ? 1 തന്നെ. ഇനി 2ൻ്റെ സ്ക്വയർ 4 ആണ്. 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 + 3 എന്ന് എഴുതാം. 3 സ്ക്വയർ 9. 9നെ നമുക്ക് 1 + 3 + 5. 4 സ്ക്വയർ 16 അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതാം? 1 + 3 + 5 + 7. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ നമ്പേഴ്സിനെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? ഓഡ് നമ്പേഴ്സ് ആണല്ലോ. ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. റൈറ്റ് സൈഡിൽ വന്നിരിക്കുന്ന എല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഏത് നമ്പറാണ്? 1 ആണ്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, എവരി സ്ക്വയർ ഇസ് എ സം ഓഫ് സക്സസീവ് ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് ഫ്രം 1. ഹൗ മെനി കൗണ്ടിങ് നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ 8 സ്ക്വയർ ആൻഡ് 9 സ്ക്വയർ? ഇപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് 8ഉം 9ഉം ഇവർ അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് ആണ്. അതിൽ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്. ഇനി ഇവരുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതും കോൺസിക്യൂട്ടീവ് സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും. ഫസ്റ്റ് നമ്പറിനെ നമുക്ക് n എന്ന് കൊടുക്കാം, സെക്കൻഡ് നമ്പറിനെ നമുക്ക് n+1 എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ there are 2n non-perfect square numbers or counting numbers lie between two consecutive square numbers. അപ്പോൾ 2n എന്ന് പറഞ്ഞാൽ എന്താ? 2 × 8 = 16. അപ്പോൾ ഇവിടെ ആൻസർ 16. ഇവിടെ നമുക്ക് കൗണ്ടിങ് നമ്പേഴ്സിന് പകരം ചിലപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് എന്ന് വരും. ഇതിലേത് വന്നാലും നമ്മൾ 2n തന്നെയാണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരുന്ന നമ്പറിനെ n ആയിട്ടും, അതായത് ചെറിയ നമ്പർ കേട്ടോ, n ആയിട്ടും, സെക്കൻഡ് വരുന്ന നമ്പറിനെ n+1 ആയിട്ടും എടുക്കുക. അപ്പോൾ എത്ര എണ്ണമാണ് വരിക? 2n. അപ്പോൾ ഇവിടെ 4 സ്ക്വയർ ആൻഡ് ബിറ്റ്വീൻ 4 സ്ക്വയർ ആൻഡ് 5 സ്ക്വയർ എത്ര നോൺ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? 2n, അതായത് 2 × 4 = 8. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.